നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2025 മാർച്ച് മാസം 25-ാം തീയതി 1200-ാം ആണ്ട് മീനമാസം 11-ാം തീയതി ചൊവ്വാഴ്ച. ഇന്ന് നക്ഷത്രം വന്നിരിക്കുന്നത് തിരുവോണ നക്ഷത്രമാണ്. നല്ല നക്ഷത്രമാണ്, പക്ഷേ ഇന്നത്തെ ദിവസം ചൊവ്വാഴ്ചയാണ്. ചൊവ്വ ശുഭകാര്യങ്ങൾക്ക് അനുകൂലപ്രദമായ ഒരു ദിവസമല്ല. അപ്പോൾ ഇന്നത്തെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും സൂക്ഷിക്കണം. രാവിലെ ഉറക്കമൊഴിച്ച് നമ്മളെ ചാനൽ നോക്കുമ്പോൾ ഇന്നത്തെ ദിവസം കൊള്ളൂല എന്ന് കേൾക്കുമ്പോൾ വിഷമം തോന്നരുത്. കാരണം നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി എൻ്റെ ചാനൽ കാണുന്ന അല്ലെങ്കിൽ എന്നെ വിശ്വസിക്കുന്ന ശരിക്കും 4,00,000 പേര് നോക്കിയിട്ടുള്ളതിൽ 40,000-ൽ കൂടുതൽ ആളുകൾ മാത്രമേ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ളവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. അങ്ങനെ വരുമ്പോൾ നമ്മളിടുന്ന ഓരോ വീഡിയോകളും യൂട്യൂബിലിടുന്ന ഓരോ വീഡിയോകളും പലപ്പോഴും നിങ്ങൾ കാണാതെ പോകും. അതുകൊണ്ട് അത് കാണുന്ന ആചാര്യ വിഷ്വൽ മീഡിയ, അതിൽ ഈ നിത്യജ്യോതിഷം മാത്രമല്ല ഓരോ ഗ്രഹമാറ്റങ്ങളും നിങ്ങൾക്ക് ഇതിലൂടെ നമ്മൾ ഇടുന്നുണ്ട്. അപ്പോൾ നമ്മളെ ചാനലിൽ NTVയിൽ ഇതൊക്കെ കിട്ടുമെങ്കിലും ചാനൽ കൂടെ എൻ്റെ പേഴ്സണൽ ചാനലിൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ള വീഡിയോകൾ കൂടി ഓരോ ഗ്രഹമാറ്റവും നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതേപോലെ തന്നെ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ, തിരുവോണ നക്ഷത്രം, മീനമാസത്തിലെ തിരുവോണ നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുന്നതാണ്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ, നമുക്കൊരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ ഈ ഒരു വർഷം നിങ്ങൾക്ക് അത്ര നല്ലതല്ല. കുറച്ച് സൂക്ഷിക്കണം. ചൊവ്വാഴ്ച തന്നെ ബർത്ത്ഡേ വന്നതുകൊണ്ട് ചൊവ്വ അഗ്നികാരകനാണ്. തീപ്പൊള്ളലേക്കാം, ഇലക്ട്രിസിറ്റിയാൽ അപകടം ഉണ്ടാവാം, വീഴ്ച, മുറിവ്, ചതവൊക്കെ ഉണ്ടാവാം, സർജറിക്ക് വിധേയമാവാം, കേസ് വഴക്കുകൾ വരാം, പ്രത്യേകിച്ച് ഭൂമിയുമായി ബന്ധപ്പെട്ട കേസുണ്ടാവാം, സഹോദരങ്ങളുമായി കലഹിക്കാം. ഇതൊക്കെ വരാനിടയുള്ളത് കൊണ്ട് വളരെ ശ്രദ്ധിച്ച് പോകണം. ഇതൊക്കെ നമ്മൾ നേരത്തെ കൂട്ടി മനസ്സിലാക്കി നമുക്ക് ഈ എന്ത് ദോഷത്തെയും മനസ്സിൽ മാറ്റാനുള്ള ശക്തി അവരവർക്കുണ്ട്. അവരവരതനുസരിച്ച് മൂവ് ചെയ്താൽ മതി. അപ്പോൾ അവരവർക്ക് തന്നെ എന്തിനേയും മാറ്റിക്കൊണ്ടുപോകാനുള്ള ശക്തിയുണ്ട്. അപ്പോൾ അത് നമ്മൾ മാറ്റി കൊണ്ടുപോകാനുള്ള ശക്തി അവരവർക്ക് തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? മുരുകക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ പോകണം. ചിലപ്പോൾ അമ്പലത്തിൽ പോകാനൊക്കെ എല്ലാവർക്കും കഴിഞ്ഞെന്നിരിക്കില്ല. അല്ലാത്തവരെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ സുബ്രഹ്മണ്യ യന്ത്രത്തിന് പ്രത്യേകതയുള്ള കവചമാണ്. യന്ത്രം എന്ന് പറഞ്ഞാൽ പ്രവർത്തിക്കുന്നതെന്നാണ്. ഇപ്പോൾ സുബ്രഹ്മണ്യ യന്ത്രം നമുക്ക് ദേഹരക്ഷയായിട്ട് സുബ്രഹ്മണ്യ യന്ത്രവും അതുപോലെ അപകടങ്ങളോ മറ്റ് പ്രശ്നങ്ങളോ വരാതിരിക്കാൻ വേണ്ടി മഹാമൃത്യുഞ്ജയ യന്ത്രവുമായി ചേർത്ത് ദേഹരക്ഷ ധരിക്കണം. ഇത് ദേഹത്ത് ഇടുകയോ അല്ലെങ്കിൽ പേഴ്സിൽ വയ്ക്കുകയോ നമ്മളെ ശരീരവുമായി ബന്ധപ്പെട്ട് ഉണ്ടാവണം. അതുപോലെ തന്നെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും നമ്മൾ സമയം നോക്കി ഇറങ്ങണം. പ്രത്യേകിച്ച് നല്ല ദിവസമല്ല. അപ്പോൾ നമ്മൾ രാവുകാല സമയം, രാവുകാലം ഉച്ചയ്ക്ക് ശേഷമാണ് വരുന്നത്. എന്നാലും 3 മണി മുതൽ 4:30 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 3 മണിക്ക് തുടങ്ങൂല, 3:30 മണി കഴിഞ്ഞിട്ടേ രാവുകാലം തുടങ്ങുകയുള്ളൂ. 5 മണി വരെയും രാവുകാലമുണ്ട്. അപ്പോൾ അരമണിക്കൂറിൻ്റെ വ്യത്യാസമുണ്ട്. അപ്പോൾ രാവുകാല സമയം ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്, പ്രത്യേകിച്ച് യാത്രയ്ക്ക്. ഇന്നത്തെ ദിവസം ശുഭകാര്യങ്ങൾ കൊള്ളാവുന്ന ദിവസമല്ലെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട 2 സമയമാണ്. എല്ലാ ദിവസവും കൊള്ളാത്ത 3 മണിക്കൂറോളം സമയം 12 മണിക്കൂറിലുണ്ട്. അതാണ് ഗുളികകാലവും യമകണ്ഠകാല സമയവും. അതിൽ ഗുളികകാല സമയം വരുന്നത് 12 മണി 31 മിനിറ്റ് തൊട്ട് 2 മണി വരെയും യമകണ്ഠകാല സമയം വരുന്നത് 9:30 തൊട്ട് 11 മണി വരെയും. സമയം ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. ഇന്ന് ഇല്ല, നമുക്ക് ചില കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എന്ന അവസ്ഥയുണ്ടെങ്കിൽ അഭിജിത്ത് മുഹൂർത്തത്തിന് പ്രാധാന്യം കൊടുക്കുക. അഭിജിത്ത് മുഹൂർത്തം 12 മണി 7 മിനിറ്റ് തൊട്ട് ആരംഭിക്കും. 12:55 വരെ അഭിജിത്ത് മുഹൂർത്തമുണ്ട്. ഇതിലൊരു 4 മിനിറ്റ് നേരമേ ഇടയ്ക്ക് കൊള്ളാതെ ഉള്ളൂ. 44 മിനിറ്റ് നേരമുണ്ട്. ഈ സമയത്തിനുള്ളിൽ നമുക്ക് കുറേ ശുഭകാര്യങ്ങൾ ചെയ്യാം. അതേപോലെ തന്നെ ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം.
കാരണം ഇന്നത്തെ ദിവസം ചൊവ്വയ്ക്ക് അനുവദനീയമായ ദിവസമാണ്, ചൊവ്വയ്ക്ക് കൊടുത്തിരിക്കുന്ന ദിവസമാണ് പ്രപഞ്ചം. അപ്പോൾ ഈ ദിവസം ചൊവ്വയുടെ ആധിക്യമുള്ള ദിവസമാണ്. ഈ ദിവസം ചൊവ്വയുടെ എനർജിയാണ് പ്രപഞ്ചത്തിൽ നിൽക്കുന്നത്. ഇന്നത്തെ എനർജി ആരുടെയാണ്? ചൊവ്വയുടെ എനർജിയാണ്. ആ എനർജി പോസിറ്റീവായി നമ്മളിലേക്ക് വ്യാപിക്കണമെങ്കിൽ നമ്മൾ വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. അപ്പോൾ പോസിറ്റീവായിട്ട് കിട്ടാൻ വേണ്ടി, നെഗറ്റീവായിട്ട് കിട്ടാൻ വേണ്ടി ഒന്നും വസ്ത്രമൊന്നും ധരിച്ചില്ലെങ്കിലും കിട്ടും. അതിനെ പോസിറ്റീവ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്, സ്ക്രീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്, നല്ല ഫലത്തെ ആഗിരണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് വസ്ത്രധാരണം. റെഡ് കളർ മിക്സ് ആയിട്ടുള്ള വസ്ത്രം ധരിക്കുന്നത് നമ്മളിലേക്ക് പോസിറ്റീവ് എനർജി കയറാൻ സഹായിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലത് തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.